PDS മന്ത്രിസഭയിൽ അപ്രമാദിത്വം ഉറപ്പിച്ച് മുസ്ലിം ലീഗ്. വ്യവസായം, ഫിഷറീസ് വകുപ്പുകൾ മുസ്ലിം ലീഗ് ഭരിക്കും. പ്രതിഷേധങ്ങൾക്കിടെയാണ് ലീഗിന് ഫിഷറീസ് വകുപ്പ് നൽകിയത്. സത്യപ്രതിജ്ഞയുടെ 3-ാം നാൾ മന്ത്രിമാരുടെ വകുപ്പുകൾ പൂർത്തീകരിച്ച് ഗവർണർക്ക് മുഖ്യമന്ത്രി പട്ടിക കൈമാറി. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം ഒടുവിൽ പൂർത്തിയായി. മന്ത്രിമാരും വകുപ്പുകളും അടങ്ങുന്ന പട്ടിക ഗവർണർക്ക് മുഖ്യമന്ത്രി കൈമാറി. റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസവും M ലിജുവിന് എക്സൈസിനൊപ്പം സഹകരണം കൂടി നൽകി. സർക്കാർ അധികാരമേറ്റ് 3 ദിവസമായിട്ടും മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയിരുന്നില്ല. വകുപ്പ് വിഭജനത്തിൽ തർക്കം തുടരുന്നതായിരുന്നു പ്രതിസന്ധിയുടെ കാരണം. ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗ് തന്നെയാണ് കൈകാര്യം ചെയ്യുക. ഇതോടെ ലീഗ് ആധിപത്യം സഭയിൽ വീണ്ടും ഉറപ്പിക്കുകയാണ്. വി അബ്ദുൽ ഗഫൂർ ഫിഷറീസ് വകുപ്പും വ്യവസായം PK കുഞ്ഞാലിക്കുട്ടി എന്നിവർക്കും നൽകി. മുഖ്യമന്ത്രിക്കായുള്ള ചരട് വലിക്കും 5 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടതിനും പിന്നാലെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു മുസ്ലിം ലീഗ്. ഒടുവിൽ ലീഗിന് മുന്നിൽ വീണ്ടും വി ഡി സതീശൻ അയഞ്ഞു. മന്ത്രിമാരുടെ കാര്യത്തിൽ കാലതാമസം ഉണ്ടായില്ലെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു. ഇന്നലെയാണ് അറിയുന്നത് ഗവർണർ സ്ഥലത്തില്ലാന്ന്. ഗവർണർ രാവിലെ തൃശ്ശൂരിലേക്ക് പോയി, അദ്ദേഹം രാത്രിയാണ് വന്നത്. ഇന്ന് രാവിലെ ഗവർണർക്ക് സമർപ്പിച്ചു. എവിടെയാണ് വൈകിയത്? നേരിട്ട് കൊടുത്തു. ഗവർണർക്ക് കൊടുത്താലേ ഗവർണർ അവിടെ നിന്ന് അപ്രൂവൽ വേണ്ടേ? അല്ലെങ്കിൽ അവിടെ എന്ത് തർക്കം? മിനിങ്ങാന്ന് രാത്രി തീർന്നു. നിങ്ങൾ എഴുതിയതിന് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറയും ഫിഷറീസിൻ്റെ തർക്കമാണ് എന്ന് പറഞ്ഞിട്ട് പല വാർത്തകളും വന്നു. അതേസമയം തനിക്ക് മന്ത്രിസ്ഥാനം കിട്ടാത്തതിന് പിന്നിൽ UDF-ലെ ഒരു ഘടകകക്ഷിയാണെന്ന് പാലാ MLA മാണി സി കാപ്പൻ വെളിപ്പെടുത്തി. അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഘടകകക്ഷി എതിർത്തു. ഒറ്റയാളുള്ളവർക്ക് ഫുൾ മന്ത്രിസ്ഥാനം, അവർ കൂടുതൽ ആളുണ്ടായിട്ടും രണ്ടാമതൊരു മന്ത്രിസ്ഥാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായും കിട്ടിയ അവസരം കോൺഗ്രസ് മുതലാക്കി അവർ 11 എന്നുള്ളത് 12 മുഖ്യമന്ത്രി ഉൾപ്പെടെ. അപ്പോൾ ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാകേണ്ടി വന്നു. അനൂപും ഞാനും കൂടി ആലോചിച്ചു. ആദ്യത്തെ ടൈം അനൂപ് ആയിക്കോട്ടെ, രണ്ടാമത്തെ ടൈമിൽ എനിക്കെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഒരു ധാരണയായി. ആഭ്യന്തരം, വിജിലൻസും രമേശ് ചെന്നിത്തലയ്ക്കും AP അനിൽകുമാർ റവന്യൂ വകുപ്പും നയിക്കും. സണ്ണി ജോസഫ് വൈദ്യുതി വകുപ്പും PK ബഷീർ പൊതുമരാമത്ത് വകുപ്പും നയിക്കും. KM ഷാജി തദ്ദേശ ഭരണ വകുപ്പും ബിന്ദു കൃഷ്ണ തൊഴിൽ വകുപ്പും കൈകാര്യം ചെയ്യും. PC വിഷ്ണുനാഥാണ് ടൂറിസം, സാംസ്കാരികം, സിനിമാ വകുപ്പ് മന്ത്രി. M ലിജുവിന് സഹകരണം, എക്സൈസ് വകുപ്പ് നൽകി. N ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം, ന്യൂനപക്ഷക്ഷേമം, ഹജ്ജ് വകുപ്പുകളും K മുരളീധരന് ആരോഗ്യം, ദേവസ്വം വകുപ്പുകളുമാണ് നൽകിയിട്ടുള്ളത്. CP ജോൺ ഗതാഗത വകുപ്പും കൃഷി വകുപ്പ് T സിദ്ദിഖും നോക്കും. പിന്നോക്കക്ഷേമം KA തുളസി, സിവിൽ സപ്ലൈസ് അനൂപ് ജേക്കബ്, യുവജനക്ഷേമം OJ ജനീഷ് എന്നിവരും നയിക്കും. ജനം, തിരുവനന്തപുരം.